Okay, so we have to say if sin theta minus cos theta equal to 0, then value of sin raised to 4 theta plus cos raised to 4 theta is. ഇതിപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ, കോസ് തീറ്റേനെ അപ്പുറത്ത് കൊണ്ടുപോയിക്കൂടെ. സൈൻ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ ഇൻറ്റു 1. ഇവിടെ ഒന്നും ബാക്കിയില്ല, സോ ഒരു 1 നമ്മളവിടെ കീപ്പ് ചെയ്യും. ഇനി നമുക്ക് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഇങ്ങനെ എഴുതാം. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1. ഇറ്റ്സ് ടാൻ തീറ്റ ഈക്വൽ ടു 1. ടാൻ തീറ്റ എപ്പോഴാണ് 1 കിട്ടുന്നത്? ടാൻ 45 is equal to 1. So theta equal to 45. Ready? ഇനി നമ്മളോട് ചോദിച്ചത് എന്താണ്? സൈൻ റേസ് ടു 4 45 പ്ലസ് കോസ് റേസ് ടു 4 45. ഓക്കെ, ഇത് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂസ് സൈൻ 45 എന്തായിരുന്നു മക്കളെ? 1/√2 അല്ലേ? സോ 1/√2ൻ്റെ സ്ക്വയർ അല്ല, നമുക്ക് 4 ആണ്. ഇനി കോസ് 45 അതും 1/√2, അതിൻ്റെയും റേസ് ടു 4 ആണ്. 1/√2 4 വട്ടിട്ടാൽ 1/√2 ഇൻറ്റു 1/√2 ഇൻറ്റു 1/√2 ഇൻറ്റു 1/√2. ഈ 2 2 2, ഇത് 2 2 2. സോ 1/2 ഇൻറ്റു 1/2 ആൻഡ് ദിസ് ഈസ് 1/4. അപ്പോൾ നമുക്ക് ഒരാളെന്നെ 1/4 പ്ലസ് 1/4. ദിസ് ഈസ് 2/4 ആൻഡ് ഇത് നമുക്ക് കട്ട് ഷോട്ട് ചെയ്യുമ്പോൾ 1/2 കിട്ടും അല്ലേ? ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലുണ്ടോ? യെസ്. The question 2 tan 30 degree divided by 1 plus tan square 30 is equal to. So tan 30 ന്റെ വാല്യൂ 1/√3. നമ്മൾ ചെയ്യുന്ന സമയത്ത് 2 into 1/√3 divided by 1 plus tan square 30. 1/√3ന്റെ 1 plus 1/√3ന്റെ സ്ക്വയർ ആയിരിക്കും അല്ലേ? സ്ക്വയർ. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ 2/√3. ഇവിടെ ഇൻറ്റു ആണല്ലോ, സോ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. ഇവിടെ വരിക 1 പ്ലസ് സ്ക്വയർ വാല്യൂ 1ന്റെ സ്ക്വയർ 1 തന്നെയാണ് 3. സോ 2√3 അവിടെ തന്നെ ഇരിക്കട്ടെ. ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 പ്ലസ് 1/3 ഇതെന്താവും? 4/3 ആവും അല്ലേ? സോ ഇതിനെ മുകളിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ 2/√3 ഇൻറ്റു റെസിപ്രോക്കൽ ആയിട്ടാണ് മുകളിലേക്ക് കയറുക 3/4. ഇതിന് ചെയ്യുന്ന സമയത്ത് 3 × 2 6/4√3. ഇതും കട്ട് ചെയ്യാം. 3 ഇത് 2. സോ ഫൈനൽ ആൻസർ ഈസ് 3/2√3. ഇങ്ങനെ പറ്റി നിൽക്കുകയാണെങ്കിൽ വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇതൊന്നും കൂടി നമുക്ക് വേറെ ഇതൊന്നും ഓപ്ഷൻ ഇല്ല, ഇതൊന്നും കൂടി വേറെ ഫോർമാറ്റിൽ കൊണ്ടുവരേണ്ടതുണ്ട്. √3 നമുക്ക് അവിടെ തന്നെ വെക്കാൻ പറ്റില്ല. സോ നമുക്ക് ഇൻറ്റു √3 ചെയ്യാം. സോ ഇതെങ്ങനെയായിട്ട് മാറും? അതിനി 3√3 താഴത്തെ 2 താഴത്തെ എന്താവും? ഇത് രണ്ടും കൂടി 3 ആവും അല്ലേ? അപ്പം അടിയിൽ 6 വരും. 3 × 2 6 ആയിരിക്കും. ഇതും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് 2 റൈറ്റ്. അപ്പോൾ ഇതെന്താ? √3/2. √3/2 നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത്? ഈ കേസിൽ സൈൻ 60 അല്ലേ? നമുക്ക് √3/2 ആണ് സൈൻ 60 ഡിഗ്രിയാണ്. ഓക്കെ.